വിജയരാഘവ, ഇനി ഏതായാലും ഇവിടെ നിന്നാൽ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറണം. നീ വിഷമിക്കാതെ, നമുക്ക് പോകാൻ ഫസ്റ്റ് ക്ലാസ് ഒരു ഇടമുണ്ട്. എന്റെ വല്യമ്മയുടെ മകൻ ഗോപി വക്കീലിന്റെ ഒരു വീട് ഒഴിഞ്ഞിടപ്പുണ്ട്, കുന്നംകുളത്താ. യാതൊരു നിർവാഹവും ഇല്ലാതെ വന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. നിങ്ങൾ ഈ പറയുന്ന ആളല്ല ഞങ്ങൾ കണ്ടത്, അതൊരു കൊച്ചു പെണ്ണാ. ഉറപ്പാണോ? ഉറപ്പ്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ലേശം തടിച്ചൊരു 40 കാരെ കണ്ട പിടിച്ചോണ്ട് പോയിക്കളാമോ? சாக்கில கட்டி நான் பழனிக்கு எடுத்துட்டு போறேன். അഡ്വാൻസ് പിടിക്കോ. வாடா. ഗോപിയേട്ടനെ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സുഷമയുടെ വീട്ടഡ്രസ്സും ഫോൺ നമ്പറും ചോദിച്ചു, അതും കൊടുത്തു. ഇനി എല്ലാം പുള്ളിക്കാരൻ നോക്കിക്കോളൂ. ആരുമില്ലേ ഇവിടെ? ആരുമില്ലേന്ന് ഇവിടെ? ഭാനുമതി ചേച്ചിയാ, ഭാനുമതി ചേച്ചി, ശാരങ്ങന്റെ ഭാര്യ. സച്ചും സുഷമ ഇവിടെ വന്നു, ഞങ്ങൾ പോയി കൈകാര്യം ചെയ്തോളാം. അഥവാ ഇങ്ങോട്ട് എങ്ങാനും കയറി വന്നാൽ ഒരു സിഗ്നൽ തരാം, ഈ കട്ടിനടിക്കൽ ഒളിച്ചോളണം. വാ വാ വാ. എന്താ ചേച്ചി? അങ്ങേര് ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് എന്റെ കെട്ടിയവൻ വന്നിട്ട് പോയല്ലോ ചേച്ചി. പിന്നെ വന്നിട്ട് പോയി. എവിടെ വിളിച്ചു നിൽക്കുക? ഇങ്ങോട്ട് ഇറങ്ങിയാട്ടെ. അയ്യോ സത്യമായിട്ട് ചേച്ചി, കുറച്ച് കഴിഞ്ഞു വരാമെന്ന് പറഞ്ഞു പോയി. പിന്നെ വരാമെന്ന് പറഞ്ഞു പോകുന്ന ആളെ മാർക്കറ്റിൽ വെച്ച് നടിയുണ്ടെന്നറിഞ്ഞപ്പോ നടപ്പിന്റെ വേഗത കൂടിയതൊക്കെ ഞാൻ അറിഞ്ഞു. കണ്ടത് മതി, ഇങ്ങോട്ട് പോര്. ഇവിടെ നടിയൊന്നുമില്ല ചേച്ചി, ആളുകള് ചുമ്മാ ഏഷ്യന് പറയുന്നതാ. ഓ പിന്നെ ഏഷണി. ദേ ഞാൻ കയ്യോടെ പിടിക്കും മുമ്പ് ഇറങ്ങി ഇങ്ങോട്ട് പോരുന്നോ? ചേച്ചി മോളിലാരുമില്ല, ഒറ്റ കുഞ്ഞില്ല, നമുക്ക് അങ്ങോട്ട് പോവാം. പ്രഷറാണെന്നും കരുതി ഞാൻ മേലോട്ട് കേറത്തില്ല എന്നൊന്നും വിചാരിക്കണ്ട. ചേച്ചി പ്രഷറുണ്ടെ കോണി കയറരുത്, ദോഷവാ, മോശവാ. ഒന്ന് മാറടാ വിശ്വാമ്പല്ലട അനിയാ. അതിയാനെ അവളെ ഞാനൊന്ന് കണ്ടോട്ടെ. എന്നാ കേറിക്കോ. ഭാനുമതി ചേച്ചി കോണി കയറുന്നു, കോണി കേറിക്കൊണ്ടിരിക്കുന്നു. ഭാനുമതി ചേച്ചി പാതി കോണി കയറിക്കഴിഞ്ഞു, കോണി കയറിക്കഴിഞ്ഞിരിക്കുന്നു. കാല് പുറത്ത് കാണാം, കാല് പുറത്ത് കാണാം. അകത്തോട്ട് കയറ്റണം, അകത്തോട്ട് കയറ്റണം. മറ്റേയാളുടെ കാലും കാണാം, മറ്റേയാളുടെ കാലും കാണാം. അതകത്തേക്ക് വലിക്കണം, പ്ലീസ്, അകത്തേക്ക് വലിക്കണം. ആരാ പിള്ളാരെ നിങ്ങള്? അയ്യോ, അത് നമ്മള് ഭാനുമതി ചേച്ചിയോട് പറയാൻ വിട്ടുപോയല്ലേ. ഇറങ്ങി വാ, ഇറങ്ങി വാ. ഇത് നമ്മുടെ സച്ചിനും സുഷമയാണ് ചേച്ചി. ചേച്ചി കണ്ടിട്ടില്ല അല്ലേ? ഇത് സച്ചിൻ, ഇത് സുഷമ. സുഷമയുടെ ആങ്ങളെയാണോ സച്ചിൻ? അല്ല. എന്നാ കാമുകനാണോ? അതുമല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇത് സച്ചിൻ, ഇത് സുഷമ. ഓളോളം പ്രായമില്ലാത്ത ഈ നടിയെ കാണാനാണോ അത് ഞാൻ ആക്രാന്തം പിടിച്ച് ഇങ്ങോട്ട് വന്നത്? എന്നിട്ട് കണ്ടോ കൊച്ചേ? ഇല്ല ചേച്ചി ചേച്ചി, പുള്ളി ഇവിടെ വന്ന് നടി എന്തേന്ന് ചോദിച്ചു. ഇവര് പറഞ്ഞു നടി വന്നിട്ടില്ലാന്ന്. അപ്പൊ തന്നെ പുള്ളി അങ്ങ് പോയി. പിന്നെ എന്നാ പിന്നെ ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഞാനങ്ങ് പോയനെയായിരുന്നല്ലോ. ഇതാന്നോ ഹീറോ? ഹീറോയും ഹീറോയിനും നല്ല ചേർച്ചയുണ്ട്. ആ നടക്കട്ടെ നടക്കട്ടെ, നിങ്ങളുടെ നാടകം നടക്കട്ടെ. ഞാനങ്ങ് പോയേക്കാം. അയ്യോ നാടകത്തില്ലേ ചേച്ചി, ഞങ്ങൾക്ക് കുന്നുകുളത്തേക്ക് പോവുക. വാ വാ വാ. നിങ്ങൾ ബാക്ക് ചെയ്ത് പുറപ്പെട്ടോ, ഞങ്ങൾ പുറകെ വന്നോളാം. വാ. എടി വസുന്ധരേ, നീയുമായി ഇടക്കാലത്ത് എനിക്കൊരു ബന്ധമുണ്ടായി, ശരിയാ? എന്നും വെച്ച് നീ എന്റെ കൂടെ അങ്ങ് കയറി പൊറുക്കാമെന്ന് കരുതിയോ? തലയാട്ടുന്നോടി. പഴയ ബന്ധവും പറഞ്ഞ് ഇനി എങ്ങാനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടിച്ച് നിന്റെ മതിയടി നിന്റെ പൊതി. പിടിച്ച് മാറ്റികളെ പിടിക്കടാ. ഭാനുമതി ചേച്ചിയാ. എന്റെ ഭാനുമതി. അവരല്ലേ പോയത്? അവളും നോട്ടപ്പുള്ളികളാ, പിടികിട്ടാപ്പുള്ളികള്, ഒളിച്ചോട്ടക്കാര്. അവരെങ്ങോട്ടാ പോയത്? കുന്നംകുളത്തേക്ക്.
3 ദിവസമായി അന്വേഷിക്കുകയാണ് എല്ലാവരും. വീട്ടുകാരും പോലീസുകാരും നാട്ടുകാരും എല്ലാം. അടിയിടിക്കാരും ഗുണ്ടകളും എല്ലാം പുറപ്പെട്ടിട്ടുണ്ട് കുന്നംകുളത്തേക്ക്. എന്താ ആരായി വസുന്ധര? വസുന്ധര ആരാണെന്ന്? ഏതോ ഒരു പശു. പിന്നെ ഏതോ ഒരു വസു തൃശ്ശൂരിലെ അഡ്വക്കേറ്റ് ഗോപിനാഥന്റെ ഒരു വീട് കുന്നംകുളത്ത് ഒഴിഞ്ഞെടുപ്പുണ്ട്. അവിടെയുണ്ട് അവളവനും. 2 രാത്രികളും 2 പകലുകളും അരുൺ അവരെ നിഴൽ പോലെ പിന്തുടരണം. അവർ തമ്മിൽ കടുത്ത പ്രണയത്തിലാണെന്ന് ഉറപ്പ് വന്നാൽ, ശരിക്കും ഉറപ്പ് വന്നാൽ മാത്രം എന്നെ വിവരറിയിക്കണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുഷമയെ വലിച്ചഴിച്ച് എന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ആരും കാണാതെ അവനെവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്നു കുഴിച്ചു മൂടണം. ഓക്കെയുള്ളൂ. സച്ചു എവിടെ? അവനൊരു സ്വപ്നജീവിയല്ലേ, അവിടെ എവിടെയെങ്കിലും കാണും. എന്താ കയ്യിൽ എഴുതിയേ? ഒന്നുമില്ല. പിന്നെന്താ മറച്ചു പിടിക്കുന്നേ? എനിക്ക് കാണണം. ഒന്നുമില്ലെന്നേ. ഇല്ല, എന്തോ എഴുതി. എഴുതിയില്ല. എന്നെ കുറിച്ച് എന്തോ എഴുതി. തുറക്ക് സച്ചു, തുറക്ക്. എനിക്ക് കാണണം, കാണണം. തുറക്ക്. എന്തിന്? എനിക്ക് കാണണം, തുറക്ക്. ശരി, എല്ലാം തുറക്കാൻ സമയമായെന്ന് തോന്നുന്നു. തുറക്കട്ടെ. എന്താ ഇതിങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ കാരണം? പറ സച്ചു. പറയട്ടെ. പറ. ഒരിക്കൽ വൃശ്ചിക മഞ്ഞുള്ള സുന്ദരമായ ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് ഞാൻ ഗോപിയൊക്കെ ആളെ വിട്ടു. ഉടനെ അങ്ങോട്ട് ചെല്ലാൻ വാ.